ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലോഗ് വീഡിയോ. അപ്പോൾ നമ്മളിന്നത് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ പരീക്ഷണ വീഡിയോ. ഇതാണ് ഈ വഴിയിലൊക്കെ കയറുന്നത്. അപ്പോൾ ഇതൊരു പരീക്ഷണ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് 2 റൂട്ട് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് തിരുവല്ലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ തിരുവല്ലയ്ക്ക് ഇന്ന് അമ്പലപ്പുഴ വഴി അതുപോലെ തന്നെ തിരിച്ച് ചങ്ങനാശ്ശേരി വഴിയും നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി റോഡ് ഒരുവിധം എല്ലാ പാലങ്ങളും ഓപ്പണായി. എനിക്ക് തോന്നുന്നു ഒരു പാലം കൂടി എങ്ങാണ്ട് ഓപ്പൺ ആവുള്ളൂ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് വേറെ മങ്കൊമ്പെന്ന് ആ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ നോക്കിയതാണ്. പിന്നെ ഒരു പാലം കൂടി ഉള്ളൂ ഓപ്പൺ ആകാൻ. ബാക്കി എല്ലാ റോഡും ക്ലിയറാണ്. അത്യാവശ്യം ട്രാഫിക്കൊന്നും ഇതാക്കി വെച്ചടിച്ച് പോവുകയും ചെയ്യുന്ന ക്ലീൻ റോഡുകളാണ്. അപ്പോൾ ഈ 2 റോഡിലും നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര ടൈമിനുള്ളിൽ നമുക്ക് തിരിച്ചെത്താൻ പറ്റുമല്ലോ അവിടെ എത്താൻ പറ്റുമെന്നുള്ള യാത്രയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അമ്പലപ്പുഴ വഴി നേരെ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചുമ്മാ ഷൂട്ട് ചെയ്തൊന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങിൽ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാനിങ് നടത്തിയത്. എന്നിട്ട് തിരിച്ചു വരുന്നപ്പോൾ ചങ്ങനാശ്ശേരി വഴി ഞാൻ ചെയ്തത്. അപ്പോൾ അത് കാരണമാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ അമ്പലപ്പുഴ വഴി തന്നെ രാവിലെ പോകാമെന്നാണ് പ്ലാൻ ഇട്ടത്. പിന്നെയാണ് ചങ്ങനാശ്ശേരി റോഡിലായി ഞാൻ കൊടുത്തത്. അപ്പോൾ തിരിച്ചങ്ങനെ വരാം. രാവിലെ തിരുവല്ലയ്ക്ക് പോകുമ്പോൾ അങ്ങനെ പോകാം. തിരിച്ചു വരുമ്പോൾ ചങ്ങനാശ്ശേരി വഴി വീട്ടിലേക്ക് വരാൻ നോക്കാനാണ്. അപ്പോൾ ഈ 2 റോഡിൻ്റെയും വ്യത്യാസം അതുപോലെ തന്നെ എത്ര മിനിറ്റ് എത്ര മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടെന്നൊക്കെയാണ് നോക്കുന്നത്. ചങ്ങനാശ്ശേരി വഴിയാണ് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു 52 കിലോമീറ്റർ ഏതാണ്ട് പറ്റിയുണ്ടാകുമെന്ന് തോന്നുന്നു. നമ്മൾ അമ്പലപ്പുഴ വഴി പോകണമെങ്കിൽ 60 61 അങ്ങാണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ആലപ്പുഴയിൽ കയറി നമ്മൾ കലൂരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ട് റോഡിൽ. ഇപ്പോൾ ഇതുവരേക്കും തിരക്കൊന്നും കാണില്ല. അമ്പലപ്പുഴയ്ക്ക് കയറുമ്പോൾ തിരക്കുണ്ടാകും. കാര്യം കല്യാണ പരിപാടികളെല്ലാം കാണും. കാരണം അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമേ ഉള്ളൂ ഇത് എനിക്ക് തോന്നുന്നു. ബാക്കി എനിക്ക് തോന്നുന്നു അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ റോഡിൽ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പിന്നെയും കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ചില ഓട്ടോക്കാരുടെ ഓരോരോ സൂക്കേടുകൾ കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു പരീക്ഷണ വീഡിയോ ആണ്. ഇത് 2 റോഡും എങ്ങനെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ. അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അമ്പലപ്പുഴ വഴി കയറുമ്പോൾ എനിക്ക് തോന്നുന്നു അമ്പലപ്പുഴ വഴി 62 61 കിലോമീറ്റർ പറ്റിയാണ് ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. 2 മണിക്കൂർ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസും അല്ലെങ്കിൽ ആ റോഡുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അത് വേറെ കാര്യമായിട്ടൊരു പരിപാടിയില്ല. പിന്നെ എൻ്റെ ഒരു ഊഹം ശരിയാണ്. ഞാൻ ആദ്യം തെറ്റായിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 58 കിലോമീറ്റർ 52 കിലോമീറ്ററാണ്. 6 കിലോമീറ്റർ അതിൻ്റെ വ്യത്യാസം ഏതാണ്ടുണ്ട്. ഈ 6 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ 1 മണിക്കൂറും 45 മിനിറ്റ് കൊണ്ടാണ് തിരുവല്ല അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി വഴി കാണിക്കുന്നത്. അമ്പലപ്പുഴ വഴിയാണെങ്കിൽ 2 മണിക്കൂർ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ റോഡിൻ്റെ വ്യത്യാസം. പിന്നെ റോഡ് അതിൻ്റെ ഒരു ആ ബ്ലോക്കും കാര്യങ്ങളും ഇല്ലാതെ എങ്ങനെ എത്താം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്കുക. ബാക്കി ഞാൻ എന്തായാലും വീഡിയോയ്ക്ക് ഇടയ്ക്ക് പറയും. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സംഭവം എന്തായാലും ഞാൻ പിന്നെ വരാൻ ബൈ.
നമ്മളിപ്പോൾ ആലപ്പുഴ കഴിഞ്ഞു, ആലപ്പുഴ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് ഇപ്പോൾ അമ്പലപ്പുഴ അടുക്കാറായി വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു തിരക്കുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബസ്സൊക്കെ ഉണ്ട്. ഇവിടെ അപ്പുറത്തൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അമ്പലപ്പുഴയിൽ അമ്പലത്തിൻ്റെ അവിടെ എന്തെങ്കിലും കല്യാണം ഓഡിറ്റോറിയങ്ങളുണ്ട്, 3 ഓഡിറ്റോറിയം ഏതാണ്ടുണ്ട്. അവിടെ തിരക്കുണ്ടാകും കേട്ടോ. നല്ല രീതിയിൽ തിരക്ക് റോഡിൽ ഇപ്പം തന്നെ ഉണ്ട്. ഇവിടെ നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 റോഡും നല്ല ക്ലീൻ റോഡാണ്. അപ്പോൾ ഏത് റോഡ് പോയാലും വലിയ സീനൊന്നും ഇല്ല. ഞാൻ അമ്പലപ്പുഴ വഴി പോകുമ്പോൾ എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചുറ്റി വളഞ്ഞ് തിരിഞ്ഞ് പോകേണ്ടി വരുമെന്നേ ഉള്ളൂ. ഒരു 6 കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഈ 2 റോഡുകൾക്ക് തമ്മിൽ. പക്ഷേ നല്ല ദൂരവും അതുപോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മാപ്പിൽ കാണിക്കുന്നത് ചങ്ങനാശ്ശേരി വഴി കാണിക്കുന്നത് 1 hour 45 minutes അത്രയും എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ നമ്മുടെ അമ്പലപ്പുഴ വഴിയാണെങ്കിൽ 2 മണിക്കൂർ കറക്റ്റ് കാണിക്കും. 2 മണിക്കൂറും 15 മിനിറ്റ് രണ്ടുണ്ട്. ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ കല്യാണമുണ്ട്. ഇപ്പുറത്തെ ഓഡിറ്റോറിയത്തിലുണ്ട്, അപ്പുറത്തും ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ബസ്സൊക്കെ കിടപ്പുണ്ട്. ഇവിടെയും തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ അമ്പലപ്പുഴ റോഡിൽ രാവിലെ വരുമ്പോൾ അത്യാവശ്യം ബ്ലോക്ക് കിട്ടും. കാര്യം ഞായറാഴ്ച സമയമാണ്, കല്യാണമുണ്ട്, അമ്പലത്തിൽ തൊഴാൻ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഉണ്ട് ബ്ലോക്ക്. ഇവിടെ കല്യാണത്തിൻ്റെ തിരക്ക് കൊണ്ട്, പിന്നെ രാവിലെ അമ്പലത്തെ തൊഴാൻ വരുന്നവരുടെ തിരക്ക് കൊണ്ട്, അങ്ങനെ 2 രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ട് വരാം. പിന്നെ 2 റോഡും നല്ല ക്ലീൻ റോഡുകളാണ്. ഇനി ഈ റോഡ് വളവും തിരിവൊക്കെ ഉള്ളതുകൊണ്ട് അധികം പതുക്കെ പോയി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ഉയരോടെ എത്താം. ഇല്ലെങ്കിൽ തന്നെ പടായിരിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ കുഴപ്പം. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അധികം സ്പീഡൊന്നും എടുക്കാതെ 2 കിലോമീറ്റർ 60, 40, 50 ആ കിലോമീറ്റർ ഈ സ്പീഡിൽ പോയി നോക്കുവാണ്. കാര്യം ഇനി ഞാൻ സ്പീഡ് കൂട്ടിപ്പോയി എന്ന് പറയണ്ട എന്ന് വിചാരിച്ച് 2 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയാണ് പോകുന്നത്. പിന്നെ ഈ റോഡിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ടില്ലേ കൂടെയൊക്കെ 2 റോഡും വൈകിട്ട് വരാൻ നല്ല രസമാണ്. രാവിലെയൊക്കെ നമുക്ക് അത്ര സുഖം തോന്നിയില്ല. കാര്യം നല്ല വെയിലൊക്കെ ഉണ്ട്. ഈ സമയത്തൊക്കെ, ഈ ചൂട് സമയത്ത് ഇതിലെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട്. ഞാൻ മുഖം മൂടിയിട്ട് കയ്യിൽ ഇതൊക്കെ ഇട്ട് നമ്മുടെ ഗ്ലോ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടാണ് പോയത്. ഗ്ലൗ ഉണ്ടായിരുന്നു, പിന്നെ സ്ലീവ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടായിരുന്നു പോയത്. അത് കാരണം നല്ല രീതിയിൽ എനിക്ക് ചൂടടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മരത്തിൻ്റെ ഇതും പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കാരണം നിർത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ വിയർപ്പടിക്കും. ഓടിക്കൊണ്ടിരിക്കുകയാണ് അത്ര സീനില്ല. പിന്നെ നമ്മുടെ എറണാകുളത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ചൂട് കുറവാണെന്ന് വേണം പറയാൻ. വീട്ടിൽ ചെന്നാലും എനിക്ക് അത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല. എറണാകുളത്ത് ഒരു രക്ഷയില്ലാത്ത ചൂട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 10:15-നാണ്. അതിൻ്റേതായ സമയം വ്യത്യാസമുണ്ട്. പിന്നെ 10:15-ന് ഇറങ്ങി എത്ര മണിക്കുള്ളിൽ നമുക്ക് തിരുവല്ല എത്താൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതിലെ കൂടെയൊക്കെ വൈകുന്നേരം പോകാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. കാര്യം ആ ഒരു വൈബോട് കൂടി പോകാൻ പറ്റും. ഈവനിങ് ഇതിന് പറ്റിയ സ്ഥലങ്ങളാണ് അമ്പലപ്പുഴ ആയാലും ചങ്ങനാശ്ശേരി ആയാലും. നിങ്ങൾക്ക് അതിൻ്റെ കൃത്യം സാധനം നിങ്ങൾക്ക് ചങ്ങനാശ്ശേരി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാകും. കാര്യം അത് നല്ല രീതിയിൽ എനിക്ക് ആ ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗ് വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരി തിരുവല്ലയ്ക്ക് പോകുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് അന്നേരം ഈ മേൽപ്പാലങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ മേൽപ്പാലങ്ങളും ഓപ്പണായി. എനിക്ക് തോന്നുന്നു ഒരു പാലം കൂടെ ഓപ്പൺ ആകാനുള്ളൂ എന്നാണ് തോന്നുന്നത്. അതും കൂടെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ സംഭവം കിടുക്കനായിരിക്കും ആ റോഡ്. എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം നമ്മൾ ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ മറ്റേ വണ്ടി പിടിച്ചിരുന്ന പരിപാടി ഇല്ലെങ്കിൽ മാത്രം ക്ലീനായിട്ട് പോയിട്ട് വരാവുന്ന റോഡാണ്. അപ്പോൾ ഇപ്പോഴത്തെ എന്താ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിവറേജ് ഏതാണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ സ്ഥലത്തൊക്കെ വൈകിട്ട് വന്നിരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ആ ഒരു വൈബും ഞാൻ ഒരു പാട്ടൊക്കെ ഇട്ടിങ്ങനെ ചില്ലടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ ഇത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾക്ക് അതിൻ്റേതായ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക.
ഗൈസ് അപ്പോൾ നമ്മളുടെ തിരുവല്ലയ്ക്ക് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 12-10 അപ്പം അടുപ്പിച്ചായി വരുന്നുണ്ട്. ഇത് നമ്മുടെ പൊടിയാടിയിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്, തിരുവല്ലയ്ക്കുള്ള റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റോഡിൽ ഏറ്റവും കൂടുതലുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓട്ടോക്കാർക്കായാലും ആൾക്കാർക്കായാലും ഒരു ശ്രദ്ധയില്ലാതെ നേരെ വന്ന് ഫ്രണ്ടിൽ ചാടുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ആ കാര്യം ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു അന്നേരം എടുത്തില്ലെന്ന് തോന്നുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഒരു കാറുകാരൻ പോകുന്നുണ്ട്. പുള്ളി മര്യാദയ്ക്ക് തന്നെ പോയത്. പുള്ളി നേരെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, കറക്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, പുള്ളി വളഞ്ഞു പോയി, ലെഫ്റ്റിലേക്ക് പോയി. പക്ഷേ ആ ലെഫ്റ്റിൽ നിന്ന് തന്നെ ഒരു ഓട്ടോക്കാരൻ ഓപ്പോസിറ്റ് കയറി ഇങ്ങോട്ട് വന്നു. വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറിൻ്റെ മറയുള്ള കാരണം അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടി കാണില്ല. പക്ഷേ ഈ ഓട്ടോക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും നോക്കാതെ നേരെ റോഡിലോട്ട് കയറ്റി വെച്ചു. ലെഫ്റ്റിൽ നിന്ന് നേരെ കയറ്റി എൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ച്. ഞാൻ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നു, ഓട്ടോക്കാരൻ്റെ നേരെ ഇടിച്ച് കയറ്റിയേനെ. ഞാൻ പതുക്കെ വന്നത്. അല്ല സ്പീഡിൽ വരുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകും. ഞാൻ പതുക്കെ വന്നുകൊണ്ട് എനിക്ക് വണ്ടി പിടിച്ചപ്പോൾ വണ്ടി നിൽക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ഓട്ടോക്കാരനാണെങ്കിൽ എനിക്കിട്ട് നോക്കിയിട്ട് പോവുകയും ചെയ്തു. ഞാനും പുള്ളി കുറച്ച് ചീത്ത വിളിച്ചിട്ടാണ് പോകുന്നത് അവിടുന്ന്. കാര്യം ഇമാതിരി തോന്നിയവാസമാണ് പുള്ളി കാണിച്ചത്. നമുക്ക് ഒരു വണ്ടി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് വ്യൂ എന്താണ്, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ വ്യൂ കാണില്ല. നമ്മൾ നേരെ വണ്ടി വളയുമ്പോൾ നേരെ ആ വണ്ടി മാറുമ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടോട്ട് കയറ്റിയാണ് നോക്കുന്നത്. ഇത് ഓട്ടോക്കാരനൊന്നും നോക്കാതെ നേരെ ഇങ്ങോട്ട് വരുവാണ്. ഒരു വണ്ടി വരുന്നുണ്ടോ ഇല്ലയെന്ന് പോലും നോക്കാതെ എടുത്ത് വയ്ക്കുന്നത് എന്ത് തോന്നിയവാസമാണ്. ഇല്ല എൻ്റെ ഭാഗത്താണോ പുള്ളിയുടെ ഭാഗത്താണോ തെറ്റെന്ന് നിങ്ങൾ തന്നെ പറയുക. ആ വീഡിയോ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും ഇത്ര ഉള്ള പരിപാടി. നമ്മളത് ഇനി തിരുവല്ലയിൽ നേരെ ഈ റോഡ് വഴി നേരെ ചെങ്ങന്നൂർക്കുള്ള റോഡിലേക്ക് കയറുവാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ സിഗ്നൽ എത്തിയിട്ട് ഞാൻ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ ഇനിയുള്ളത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇത് പാർട്ട് 1 ഇത്രയാണ്. എനിക്ക് തോന്നുന്നത് 10:15 ഇറങ്ങി 12 കാലമായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. അപ്പം 2 മണിക്കൂർ കറക്റ്റുണ്ട്. മാപ്പിൽ പറഞ്ഞ് കറക്റ്റാണ് 2 മണിക്കൂർ കറക്റ്റ് എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറും 15 മിനിറ്റുമാണ് മാപ്പിൽ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി സെക്കൻഡ് പാർട്ടിൽ ചങ്ങനാശ്ശേരിയിലുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം.